ആ പച്ചപ്പ് കൂടി കണ്ടില്ലേ നമ്മളെ വണ്ടി പോണേ. നല്ല സംവിധാനം ഇഷ്ടപ്പെടങ്ങള് കണ്ടില്ലേ. ഇത് താഴെ വരെ ഈ കോൺക്രീറ്റ് ഇറങ്ങിപ്പോള്ള സംഭവം ഉണ്ടല്ലേ. ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടാ. ചെക്കന്മാർക്ക് മാത്രല്ല ഫാമിലിയായിട്ട് വരാം. നടന്നു വരാൻ കുന്നും തോന്നും കേറി പോകാനൊന്നുമില്ല. നടക്കാൻ പറ്റുന്നവർക്ക് വളരെ ആസ്വദിക്കാം. ഇവിടെ എത്ര നേരം ചെലവഴിച്ചാലും നമുക്ക് പോകാൻ തോന്നൂല. പൈസയും കൊടുക്കണ്ട. അതേ അനുഭവം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലം കാണാൻ പോട്ടാ. നമ്മൾ ഊട്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഊട്ടിയുടെ ഒരു സ്ഥലമുണ്ട്. അതെ, ഊട്ടിയുടെ തൊട്ട് മുമ്പ് തന്നെയാണ്. ഊട്ടിയിലെ അങ്ങാടിന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് അതെ ഒരു 10 അടിപൊളി ഒരു എന്താണ് വ്യൂ പോയിന്റ് എന്നൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. പോയി നോക്കട്ടെ എങ്ങനെയാലും. അവിടെ വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ ഈ ഫാം, ഫ്രൂട്ട്സിന്റെ എന്തൊക്കെ ഉണ്ട്. നമ്മള് പോയി നോക്കുക, വയ്യെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാണേണ്ട കാഴ്ച തന്നെ അടിപൊളിയാണ് നമ്മൾ അറിഞ്ഞത്. ഏതായാലും പോയി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പോന്നോട്ടെ കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പോവാം നമുക്ക് വീട്ടിലേക്ക്. നല്ല രസമുണ്ട്. ഫാക്ടറിയിൽ സാധനം കൊണ്ടുപോകണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുള്ള സ്ഥലം. നമ്മള് നേരത്തെ അവിടെ കണ്ടതിനെക്കാട്ടിയും അടിപൊളിയാണ്. എല്ലാരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. നമ്മള് ഊട്ടിയിൽ ഇങ്ങനെ വന്നുകാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വ്യത്യസ്തമായ കാണാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് ഞങ്ങൾ ചെയ്തോണ്ട് അല്ലേ നമ്മള് വെറുതെ ഊട്ടിയിൽ വരിക, പോയി തണുപ്പുണ്ട് കണ്ട് പോകാന്ന് പറഞ്ഞ പോരാ. ആ വരുന്ന ഇത് മുതലാക്കി തന്നെ പോണം. അടിപൊളി കാടാണ്, കാണാൻ മാത്രം ഉണ്ട്. അപ്പൊ ഫോളോ മീ. നല്ല രസമുണ്ട്. എന്റെ പോന്നെ മോളെ, നല്ല രസമുള്ള സ്ഥലം. ഓക്കെന്തിനാ നമ്മളീ പണ്ടെന്ന് അറിയില്ല. പെട്ടാണത് നമ്പർ പ്ലേറ്റ് മറിച്ചാണ്. ഇതൊരു ഗ്രാമാണ്. മുന്നോട്ട് പോണോ? വളവ് എന്താ പറ്റൂല. ആ വളവുമ്പാണ് ഈ വയറിന് അസ്വസ്ഥത വരുന്നത്. അപ്പൊ ഇവിടെ പോകുന്തോറും കാഴ്ചകൾ കൂടി കൂടി വരും. അതാ എന്താണ് ഇങ്ങനെ കണ്ടങ്ങള്. എന്തോ ഒരു രസാണ്. വെറുതെ ഊട്ടിയിൽ വന്ന തണുപ്പും കൊണ്ട് റൂം എടുത്ത് പോയിട്ട് കാര്യമില്ല. ഇവിടെ ചുറ്റി നോക്കണം, പോകാത്ത സ്ഥലങ്ങളൊക്കെ വരിക. ഊട്ടിയുടെ അങ്ങാടിയിലൊന്നല്ല രസം, ഇവിടെയാണ് രസം. നല്ല ഉൾഗ്രാമാണിത്, പക്ക ഉൾഗ്രാമം. ഷോളൂര് തന്നെ ആ റോട്ട് കയറുക. ആ റോട്ട് കയറുക. അതിന് കുറച്ചിന്റെ ഉള്ളിൽ ഇനിയും ഇവിടുന്നാണ് ഇനിയും പോകാനാണ്. ഇനിയും ഇഷ്ടംപോലെ കീപ്പിട്ട് പോവാനാണ്. ചേർത്താണോ കളിച്ചാനാ നമ്മ കളിച്ചാ വണ്ടി അടിച്ചാലും പോണട്ടാ. ചാവിയുമുണ്ട്. എങ്ങനെയുണ്ട് മോനെ? നമ്മള് വീണ്ടും എപ്പോ ഊട്ടിയിൽ വരുമ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണൂലേ. ഞാൻ ഇൻസ്റ്റാഗ്രാമില് റീല് കണ്ടാണ് നോട്ടിട്ട് ചെയ്ത് കൊറേ ദിവസം ഞാൻ നോക്കൽ തുടങ്ങിയിട്ടില്ല. നല്ല രസമുണ്ട്. ആരെ ശല്യമില്ല, ഒരു ശല്യം യാറില്ല. ഷോളൂർ തന്നെ സ്ഥലാട്ടാ. ഷോളൂര് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിന്റെ കാറ്റാടി മരങ്ങളെ കൂടെ പോവാൻ നല്ല രസമുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഉൾഗ്രാമത്തിന്റെ ഭംഗികൾ കണ്ടില്ലേ, ഒന്നും പറയല്ലട്ടാ. പക്കയാണ്. അതിന്റെ പൊന്നെ, ആ പച്ചപ്പ് കൂടി കണ്ടില്ലേ നമ്മളെ വണ്ടി പോണേ. ചൂലാകുമ്പോ അങ്ങനെ ഫുള്ള് കാണില്ല. മനസ്സ് നിറഞ്ഞ തണുത്ത കാറ്റുണ്ടാ. ഒരാളെ ശല്യമില്ല. നമ്മൾ ഒറ്റക്ക് നിക്കാം. നമ്മള്
ടൗണിലൊക്കെ നിറയെ ജനങ്ങളാണ്. ഫുള്ള് കാണാനുള്ള പാർക്കുകളിൽ മുഴുവൻ ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഇന്ന് ഒഴിവല്ല, പെരുന്നാളായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഇതാരും കണ്ടിട്ടില്ല. അങ്ങോട്ട് നോക്കടാ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ നോക്കി. ഓറഞ്ചിന്റെ മരങ്ങളാ നടക്ക മുയ്യോ നിക്കണേ. ഓറഞ്ച് അല്ല, ഓറഞ്ച് ഒന്നും അതിന് അറക്കരുതിട്ടാ. ആരാന്റെ മോനാണ്. ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ നല്ലതൊക്കെ എടുത്തോണ്ട് കേടൊന്നും ആരും എടുക്കരുത് അല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ മുമ്പ് നല്ലൊരു പിന്നെ ഫാമാണ്. അതെ സ്ട്രോബെറിന്റെ ഒക്കെ ഫാമാണ് ഈ കാണുന്നത്. അവിടെ സ്ഥലത്ത് നോക്കി ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി സൈഡായി കൊടുത്തോ. ടോട്ടലി ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഈ റോഡിന്റെ പേരെന്താ മാള് പറഞ്ഞത് നേരത്തെ അല്ലേ? ഷോളൂരുണ്ട് ഈ റോഡിന്റെ പേര്. ഷോളൂർക്ക് പോണ റോഡാണ്. നല്ല രസമുണ്ട് കാണാൻ. പോവാം. പിന്നെ ഇവിടെ എന്തോ പുലിയുണ്ട്, അങ്ങനെ ഉള്ളിക്കൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇല്ലാട്ടൊന്നും അറിയില്ല അല്ലേ. പുലി പ്രസവിച്ചിരിക്കണാലോ. ക്യാരറ്റ് അല്ലേ? ഇതിനുള്ളിൽ നിറച്ച് സ്ട്രോബെറി, ക്യാരറ്റ്, പല ജാതി ഐറ്റം സാധനങ്ങളുണ്ടെങ്കിൽ സ്ട്രോബെറി ഉണ്ട് അല്ലേ. ഇവിടെ മൊത്തത്തിൽ ഫാമാണ്. നല്ല രസമുണ്ട് കാണാനിട്ടാ. ഇവിടെ ടോട്ടലി ഒരു വില്ലേജ് പ്രദേശമാണ്. ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എത്തിയിട്ടില്ല തോന്നുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനിട്ടാ. നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഇതുവരെ ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ മാളോ? ഊട്ടി നമ്മള് സ്ഥിരമായിട്ട് ഈ വട്ടാണി ബീകാരനെ അവിടെ ഇവിടെയൊക്കെ കാണലല്ല. പക്ഷെ ഇവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് വരും കേട്ടാ. ആ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ടോട്ടലി ഭയങ്കര രസം ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും. ഫ്രഷ് വെജിറ്റബിൾ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും. കണ്ട ഒരു പ്രത്യേക ഭംഗി തന്നെ. ഇഷ്ടംപോലെ എന്നാ വീടുകള് കാര്യങ്ങളൊക്കെ അതുണ്ട്. വില്ലേജാണ്. അപ്പൊ നമ്മൾ ആസ്വദിച്ച് പോവാണ്. എന്ത് രസാ കാണാനറിയ. ചുറ്റോട് ചുറ്റും കൃഷിയാള്. നമ്മൾ ആദ്യമായിട്ട് വരണേട്ടോ ഇവിടെ. അപ്പൊ ഊട്ടിക്ക് വരണോണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങള് വരുവോണ്ട്. ഊട്ടി ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഷോളൂർ റോഡ്. അതെ കേട്ടോ. കാരണം പോവാൻ ഇവിടെ വണ്ടി നമ്മള് പോവാൻ തോന്നൂല. അവിടെ തന്നെ അവിടെ ഇവിടെ ഇരിക്കാൻ തോന്നും. നല്ല അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഓക്കെ അണ്ണാ എങ്ക ഈ എന്താണ് വ്യൂ പോയിന്റ് എങ്ക அங்கதான் அங்க ஒரு ரோடு இப்படி வளைஞ்சது கண்டு லெஃப்ட் ஓகே ஓகே அங்க ரிட்டர்ன் போயிட்டு லெஃப்ட் இப்படி ரோடு பார்த்தங்க ரப்பரைசர் நல்ல ரோடு ஓகே 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 தேங்க்ஸ் ஆയിക്കോട്ടെ. அப்ப இங்கே பெரிய பிரச்சனை ஆச்சு. எங்க ரோடு கொஞ்சம் இல்ல தெத்தி போச்சு. ரோடு கொஞ்சம் நம்ம கொஞ்சம் பின்னாடி போயுது. நான் அதுக்கு முன்னாடி கேட்டு അതാ ഇന്നോവ പോണ്. അപ്പൊ വ്യൂ പോയിന്റിക്ക് പോകാൻ ഞങ്ങള് കുറച്ച് മാറി അവിടെ ബാക്കിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞന്ന് ഹായ്. ഒരു തോലുംകെട്ടായിട്ട് പോയിട്ട് നമ്മളെ നാട്ടിലത്തെ മാറ്റാൻ ആരോ ഒരാള് ഈ ഗ്രാമത്തിൽ കൂടി പോകുമ്പോ എന്താ ഭംഗി ഒന്നും പറയാനില്ല എന്റെ പൊന്നെ. അപ്പൊ നമ്മള് ഉദ്ദേശിച്ച പോലെ തന്നെ വ്യൂ പോയിന്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഊട്ടിയിൽ വന്നിട്ട് വ്യൂ പോയിന്റ് കണ്ടില്ല എന്ന് പറയണ്ട കേട്ടോ. ഇഷ്ടംപോലെ വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ ഇതൊരു ഒരുവിധ ആളുകളൊന്നും കാണാത്തൊരു വ്യൂ പോയിന്റ് ആണ്. നല്ല ഇറക്കാണ് താഴത്ത് കിട്ടാ കാത്തോളിയോ. അപ്പൊ ഇതാണ് അവര് പറഞ്ഞ കോവില് അല്ലേ, ക്ഷേത്രം. അപ്പൊ ഞാൻ ഇറങ്ങി വെക്കാം. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളെ കേരള വണ്ടികളൊക്കെ ഉണ്ട്. ഇതെന്താ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച ആൾ ഇവിടാണ് മാളോ. ഓക്കെ കണ്ടില്ലേ? ഇതാ കോവിൽ ഇവിടെ ഉണ്ട്. അമ്പലം
പൊന്നോ വാ. പൊന്നു വണ്ടിയിൽ ഇവിടെ ഒരു തൊട്ടി താരം ഇട്ടിക്കണ്. എങ്ങനെ ആളം തരണേ? എന്ത് രസാ പൊന്നെ വണ്ടിയിലിരുന്ന് കൊഴങ്ങിക്കണേ. 1.5 മുതലേനിട്ടത് ഒന്നും നോക്കല്ല. ഇതണ്ടില്ലേ ഇവിടെ ശരിക്കും വൈകുന്നേരത്തൊന്നും അങ്ങനെ ഇരിക്കായിരുന്നില്ലേ? ഇതണ്ടില്ലേ അവിടെ ഒരു എകർത്ത് കയറി നിൽക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇവിടെ ആൾക്കാർ ഓക്കെ. കണ്ടില്ലേ അതല്ല ഞാൻ പറഞ്ഞ പോലോട് ഇൻസ്റ്റയിലോ അതിലും കണ്ടിട്ട് പിന്നെ യൂട്യൂബേഴ്സിന്റെ കണ്ടിട്ട് വരാൻ നിൽക്കണ്ട. പറയാൻ പറ്റൂല. എല്ലാവരും നമ്മളമാര് സത്യസന്ധമായ യൂട്യൂബേഴ്സ് ആവൂല. ചിലപ്പോൾ പെടുന്ന് പറഞ്ഞിരുന്നേ പോലോട്. പക്ഷെ എനിക്ക് തെറ്റി. അടിപൊളി സ്ഥലമാണ്. ഞാൻ കൊറേ ദിവസം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഓരോരുത്തർ ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് ഒരിക്കൽ എങ്ങനെ അഴിഞ്ഞ് ഊട്ടി പോകണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡന് അവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടുകാണ്ട് പോരും. ഇവിടെ കാണണം ശരിക്കും. അപ്പോ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണുള്ളത്. ഷെയ്യൂരാണുള്ളത്. ചോളൂര്. മാളുവാ എവിടുക്ക താഴത്തേക്ക്? ഇത് ഏതാ ഈ പടി ഏതാന്ന് നിനക്കറിയോ? ഇത് ശബരിമലയാണ്. 18ാം പടിയാണ്. അപ്പൊ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള നല്ല സംവിധാനങ്ങളൊക്കെ അന്ന് ഞാൻ നല്ലൊരു കയറിന്റെ വണ്ടിയിട്ട് വലിച്ചോണ്ട് ശേഖണ്ട. നല്ല സംവിധാനം ഉണ്ട് ഇട്ടപ്പടങ്ങള് കണ്ടില്ലേ? ഇത് താഴെ വരെ ഈ കോൺക്രീറ്റ് ഇറങ്ങിപ്പോള്ള സംഭവം ഉണ്ടല്ലേ? അപ്പൊ മാളുവാ ഇത് കണ്ടെങ്കിലും മാള് 18ാം പടി ഇറങ്ങി പോവാണ്. തിരിച്ചിങ്ങോട്ട് കയറിയില്ലെങ്കിൽ അവിടെ തന്നെ താമസം തുടങ്ങുന്നില്ല. ആ കോലാണ് കാണുന്നത്. എന്താ അവസ്ഥ പൊന്നോ? ഇതിങ്ങനെ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് മേലേക്ക് കണ്ടില്ലേ? ഇത് മേലേക്ക് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. സൂക്ഷിച്ചും കണ്ടു ഇറങ്ങിയില്ലെങ്കിൽ ഒരു മുറും ചൂലേറ്റ് വന്നാൽ മതി. ഒന്നും നോക്കണ്ട പിന്നെ ട്ടാ. ഇപ്പൊ ഞങ്ങളിത് വന്നത് നിരപ്പിലെത്തിക്കണം. ഇവിടെ ഇനി ഇവിടുന്ന് പെരുങ്കുണ്ടാനായിട്ട് താഴത്തേക്ക് കണ്ടില്ല ഞങ്ങള്? അതാ സെൽഫി ആക്കി ഇത് കണ്ടില്ലേ? അങ്ങോട്ട് നോക്കാണെ ആ തലക്ക്. ഊട്ടിയില് വെറുതെ വന്നു പോയിട്ട് കാര്യമില്ല എന്റെ പൊന്നാര മക്കളെ. അടിപൊളി തന്നെ, അടിപൊളി പക്ക. മലപ്പുറം ഭാഷ പിന്നെ കായ് മുതലായി. കണ്ടില്ല ആ കുന്നിറങ്ങി വന്നാട്ടോ. ഞാൻ ചിലപ്പോ മുട്ടുത്തി കയറേണ്ടി വരൂ. എങ്ങനെയുണ്ട് കുട്ടിമോനെ? ഇതിക്ക് നോക്ക് എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. കുട്ടിമോൻ പറയണേ കൊഴപ്പില്ല. പ്രാർത്ഥിക്കണ സ്ഥലമാണ്. പ്രാർത്ഥിക്കാനുള്ള ഒരു ചെറിയ അമ്പലം. എന്നാലും ഈ കുണ്ടിറങ്ങി വന്ന് പ്രാർത്ഥിക്കണ്ടല്ലോ. അല്ല പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ആമീൻ. ഇതാണ്ടാ ഞാൻ അവിടെ ഒരു വ്യൂ പോയിന്റ് ഇട്ട് അവിടെ കേറി നിന്നാ കാണാൻ പറ്റിയ അത് അങ്ങോട്ട് കേറി പോയിട്ട് വേണം ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നും മേലെ തന്നെ നല്ല അടിപൊളിയാട്ടാ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാത്തോൾക്ക് ഇറങ്ങിയരാനൊന്നും പറ്റൂല. ഭയങ്കര ഒരു അത് അവർക്കുള്ള വയ്യാണ്. പക്ഷെ ആ മേലെ നിന്ന് നോക്കിയണ്ടല്ലോ പെരും രസാ. അവിടെ ഒരു മല കണ്ട ആ മലമ്മക്ക് വഴിയൊക്കെ ഉണ്ട് താഴത്ത് കൂടി. അത് വേറെ റോഡാണ്. ചുരതാ ഏതായാലും പൊളിച്ച് നമ്മള് ഊട്ടിയിൽ എന്നിട്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലം. റിവേഴ്സ് പോണ്ട കോലാന്നാ പറഞ്ഞത്. മല കയറി വരുന്നുണ്ട് ഉണ്ടാ. ക്രൈനെ വിളിച്ചണ്ടാ വിചാരിച്ച മാരില്ല. ഇപ്പൊ സ്പീഡ് കൂടി. മാളുവാ കയറിടണ എന്നാ കയറി. പൊന്നാര മക്കളെ ഇറങ്ങിയ മാതിരിയല്ല കയറാൻ കുറച്ചൊരു പണിയുണ്ട്. എന്നാലും നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ പറ്റും അല്ലേ? അവിടുന്ന് നേരെ കയറുന്നത് ഒരു കുന്നിൻ്റെ മേലെത്തിണ്ട്. വലിയൊരു കുന്നാണ്. അപ്പുറപ്പുറമൊക്കെ നല്ല താഴ്ചയാണ്. ഞാൻ എടുക്കണ പൊന്നു കുഴങ്ങിയിട്ട് മാളും എടുത്താണ്ട പൊന്നുവിനെ. ഏടാ പെണ്ണിട്ടാൻ വലിപ്പമായാലും എന്നെപ്പോലും എടുക്കണ.
ഭാരം കൂടൂലല്ലേ? ആയിക്കോട്ടെ, വെരി ഗുഡ്. ഇവിടെ ശരിക്കും എന്ന് വെച്ചാൽ ചുറ്റുഭാഗം അങ്ങനെ ചെറിയ നല്ല താഴ്ചയാണ്. അപ്പുറത്ത് മേലെ വീണ്ടും അവിടെയും മലയാണ്. ഇതാ ഇവിടെ മേലെയും മലയാണ്. ഇതിൻ്റെ അടിക്ക് സെൻറ്ററിൽ താഴ്ചയാണ്. അതുപോലെ തന്നെയാണ് ഈ സൈഡിക്കും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾ ഊട്ടിയിൽ വരുന്നുണ്ടോ ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയണം. നമ്മളെ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ അവർ ഒന്ന് കമൻറ്റ് ചെയ്യുവാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അത്രക്കും ഈ ഒട്ടായി ഗാർഡനും ഈ മറ്റേ അതും കണ്ട് ഷൂട്ടിംഗ് പോയിന്റും കണ്ട് പോയാൽ പൊന്നാര മക്കളെ നിങ്ങളെ കായ് പോയി. കണ്ടില്ലേ, ബൈക്കുകളായിട്ട് വരുന്നവർക്ക് ഈ കുന്നിൻ്റെ മേലേക്ക് ബൈക്കും കൊണ്ട് വരാവുന്നതാണ്. കണ്ടില്ല, ബൈക്കുകളൊക്കെ ആയിട്ട് ചുള്ളന്മാർക്ക് ഇങ്ങോട്ട് വരാം, ചെക്കന്മാർക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുഭാഗം അടിപൊളിയായിട്ട് കാണട്ടാ അല്ലേ? അവിടെയൊക്കെ ചെക്കന്മാരൊക്കെ റീല് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബൈക്കൊക്കെ ഇതിൻ്റെ മേലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ. ടോട്ടലി അടിപൊളിയാണ്, സൂപ്പർ. അടിയിൽ കിടന്നോട്ടാ. ഇതെന്നാൽ അവിടെയൊക്കെ ചെക്കന്മാരത് പോയി നിൽക്കണേ. ഇതൊക്കെ കാണാൻ രസമുണ്ട്. എന്താ മേലെ കയറല്ല? നോക്കി ഇതാണ് ഊട്ടി. ഇപ്പോഴാണ് ഊട്ടിയായത്. ഇതാണ് ഊട്ടി. നല്ല തണുത്ത കാറ്റും വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റും അവിടൊക്കെ ഫുള്ള് കളർ അവിടൊക്കെ ആൾക്കാർ പോയി നിൽക്കണ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണണ്ട മാളോ? ഫാമിലിയൊക്കെ ഉണ്ട് അവിടൊക്കെ പോയി നിൽക്കണ്ട്. സൂം ചെയ്താട്ടാ. ഇത് കണ്ടിട്ടേ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ, തീർച്ചയായും ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടാ. ചെക്കന്മാർക്ക് മാത്രല്ല, ഫാമിലിയായിട്ട് വരാം. നടന്നു വരാൻ കുന്നും തോന്നും കേറി പോവാനൊന്നുമില്ല. നടക്കാൻ പറ്റുന്നവർക്ക് വളരെ ആസ്വദിക്കാം. ഇവിടെ എത്ര നേരം ചെലവഴിച്ചാലും നമുക്ക് പോകാൻ തോന്നൂല. പൈസ കൊടുക്കണ്ട. അതാണ് അതിന്റെ, അതാണ് നമ്മൾ കുടുംബനാഥന്മാർക്കുള്ള ഏറ്റവും വലിയ മെച്ചം. സത്യമാണ്. ആ ഷൂട്ടിംഗ് പോയിന്റൊക്കെ കയറുമ്പോഴേ അവിടെ പൈസ കൊടുക്കണം. പിന്നെ പൈൻ ഫോറസ്റ്റ് കയറുന്നോടത്ത് പൈസ കൊടുക്കണം. എന്താ ഇവിടെ കാണാനുള്ളത്? ഒന്നുമില്ല. ഇവിടേക്ക് വന്നാല് ഒരു പൈസയും കൊടുക്കണം. ഇതിനുള്ളിൽ കയറുക. എത്ര ഇപ്പൊ ഫുഡ് ആയിട്ടൊക്കെ വന്നാ അവിടെ ഇരുന്ന് തിന്നാ. നമ്മളവിടെ ഉണ്ടാക്കിക്കണേ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ സൂപ്പറായിട്ട്. സാധനം കൊണ്ട് എടുത്തോണ്ടാനും കുറെ പണി. നല്ല ഇവിടെ വെച്ച് ഉണ്ടാക്കും ചെയ്യും. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നക്കാട്ടും വന്ന് കാണണം. എന്താ വെച്ചാ ഊട്ടി എന്ന് പറഞ്ഞാൽ എല്ലാരും വരുന്ന സ്ഥലമാണ്. ആർക്കും ഇന്നത്തെ കാലത്ത് ഊട്ടി എന്ന് പറയുമ്പോഴേ, പക്ഷെ ഈ ഇവിടെ വന്നിട്ട് ഇത് കാണണം നിങ്ങള്. തീർച്ചയായിട്ടും അത്രക്കും രസമാണ്. അത് നിങ്ങൾക്ക് വന്ന് അനുഭവിച്ചോൽക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വന്നോലുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഷോളൂര് വ്യൂ പോയിന്റ്, ഷോളൂര് അങ്ങോട്ട് വരുന്ന വഴി തന്നെ എന്ത് രസം അറിയോ? അത് മാത്രം നോക്കിയാൽ മതി. പ്രത്യേക ഭംഗിയാണ്. വരുന്ന വഴിയാണ്. പോകണം ഞാൻ പോകുമ്പോ. ഇത് പറയാ, ഇത് ഊട്ടിന്റെ വേറൊരു ലോകം. നമ്മള് കണ്ട ഊട്ടിയല്ല. ഊട്ടിയിൽ ഒരുപാട് കാണാത്തുണ്ട്. അതൊക്കെ വന്ന് കാണണം. നമ്മള് പറഞ്ഞാലും പറയില്ല, അത്രക്കും രസം കൊണ്ടാ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മള് വരണം. ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ല. ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതെ, നമുക്ക് ശരിക്കും തോന്നുകയാണ് വർഷക്കാലാണ്. വർഷക്കാലത്ത് നമ്മളെ പാടത്തൊക്കെ ഇങ്ങനെ പോയി നിന്നാലേ അതേ അനുഭവം. നമ്മുടെ ദുനിയാവിൽ പടച്ചറപ്പ് നമുക്ക് കാണാത്ത പല കാഴ്ചകള് അതൊന്ന് ചിന്തിച്ചു നോക്കി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാതെ? ഇതൊന്നും കാണാതെ നമ്മൾ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചാണ്. അപ്പൊ നമ്മൾ ഇവിടെ വലിയ സുഖമാണ്. നമ്മളൊന്നും വലിയ ചെലവുകളൊന്നും ഇല്ല. അടിപൊളിയാണ്. പക്ക നല്ല രസമുണ്ട്. ഇതിപ്പോ ഊട്ടിയാണെന്ന് ചിന്തിക്കൂല. വേറെ എവിടെയാ പോയത്? നമ്മളിതിന്റെ ഏറ്റവും മേലുള്ളത് നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു ചെറിയ ബിൽഡിംഗ് പോലെ അതിന്റെ മേലുള്ളത്. അപ്പോ പൊന്നെ 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 എങ്ങനുണ്ട്?
പൊന്ന് കുഴങ്ങിക്കണ നടന്നിട്ടില്ലേ. പൊന്ന് എന്താ വെച്ചാൽ ഓന് വണ്ടിയിലിരുന്നാൽ ഭയങ്കര ക്ഷീണം. ആ ക്ഷീണവും കൂടിയാണ്. ഇതെന്താ മോനോ പൊലം കൊണ്ടേക്ക് വെക്കണട്ടാ. പൊന്നോ പോയി നോക്കട്ടാ. അവിടുന്ന് ഭയങ്കര ഭംഗിയാണ് കാണാൻ. താഴത്തേക്ക് തന്നെ ഇവിടുത്തെ മെയിൻ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഏതായാലും നമ്മളൊന്ന് പോയി നോക്കട്ടാ. അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാ. മാളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മാള് പോരാ, ഇങ്ങോട്ട് പോരാ. മാള് എനിക്ക് വെജാന്ന് പറഞ്ഞ പോരായിരുന്നാണ്. ഇപ്പം ആൾ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ആൾ വരുന്നുണ്ട് കേട്ടാ. അങ്ങോട്ട് പാഞ്ഞൂടെ. ഏതൊരാളും ഇതിൻ്റെ ഭംഗി കണ്ട ഇറങ്ങിപ്പോയി. അജാതി ഭംഗിയാണ്, പക്കയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇതേരെ ഒരു ഹംകിങ്ങളും പറഞ്ഞിട്ടില്ല ഊട്ടിയിൽ ഇത്രയും വലിയ ഭംഗിയുണ്ടെന്ന്. അതാ ഞാൻ ആലോചിച്ച് നോക്കണത്. आराम से आओ, चल के आओ, नहीं गिरने का. ആ പൊന്നോണ ചെത്തീനാടെ വികരുതിട്ടാ. ഇതാ പൊന്നതാ പക്കിയിട്ട് കിടക്കണേ. ഇതാ സൂപ്പർ പക്കി, സൂപ്പർ പക്കി. ഇതാ വാള് വരുന്നുണ്ട്. ഇറങ്ങാൻ സുഖമാണ് കേട്ടാ. കുഴപ്പമൊന്നുമില്ല. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലേ കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എങ്ങനെ എങ്ങനെ ആ അതെ ഇതേ ഭയങ്കര തിരക്കിലായിന്ന്. ഇപ്പോഴാണ് തിരക്കൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയത് തന്നില്ല. വെറുതെ ഇരിക്കുന്ന ആള് എന്ന മാതിരി. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് എന്ന മാതിരി. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കേറാൻ ഭയങ്കര പണിയാ പൊന്നാറാക്കളെ. എന്നാലും രസമാണ്. നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊന്നും അറിയില്ല. ആസ്വദിച്ചാണ്ട് പോവാണ്. നമ്മുടെ എല്ലാ ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാം മാറും. പറ്റൂല. അതെ, കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി കയറി പരിചയമുള്ളവർക്ക് പറ്റും. നോ പ്രോബ്ലം. ആ അപ്പോ ആളുകളൊക്കെ ഇങ്ങനെ പൊന്നു അങ്ങോട്ട് കയറി. ഇവിടെ മാളോ നമ്മളിവിടെ വന്നില്ലേ തീരാൻ നഷ്ടമായിട്ടാ. നിങ്ങൾ അങ്ങോട്ട് നോക്കി ചെയ്യും. അടച്ചത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു അങ്ങോട്ട് കണ്ടു നോക്കി. ഇത് എന്തേ നമ്മളൊന്നും ഇതുവരെ അറിയഞ്ഞെന്ന് വിചാരിച്ചു എല്ലാവരും അല്ലേ. കണ്ടാ നമുക്ക് ആളുടെ എല്ലാവരും അവരുടെ സേഫ്റ്റി നോക്കണം. ഇതെൻ്റെ അവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ശരിക്കും ഈ പാറൻ്റെ ഒരു തലന്നെ കേട്ടോ. അപ്പുറത്ത് റോഡൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ റോഡാണ് കേട്ടോ. റോട്ടിലൂടെ അതാ വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നത് കാണണ്ടില്ലേ. ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ എന്താ പറയാ. നേരെ കാണുന്ന താഴ്ചക്ക് നോക്കണേ. വേണ്ട ആളുവാ അല്ലേ. ആക്കണ്ടാവും. അപ്പൊ എന്താന്നറിയ ഈ സൊയൂര് വന്നിട്ട് ചോളൂര് വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഊട്ടിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടം തന്നെയാണ്. ഇവിടെ അറ്റം വന്ന് പൈസ മുടക്കിയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട. ഇത്രയും എടുക്കണ്ട. വീണ് കഴിഞ്ഞാ പൊടി പോലും കിട്ടൂല. ഇത് കണ്ട എന്തോരു രസമാണ്. ചുരം കുട്ടിമോനെ ഇവിടെ നിന്നാണ് കേറിയിട്ട് കുഴങ്ങിട്ട് കാറ് പോയിരിക്കും. കാറ് അപ്പൊ നമ്മൾ ഇനി ഏതായാലും ഇവിടെ ഒക്കെ കണ്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അടിപൊളി. എന്താ പറയാ, നിങ്ങൾ തീർച്ചയായിട്ടും അവിടേക്ക് പോയിരിക്കണം.
അത് നഷ്ടം അവിടെ പോയില്ലെങ്കില് അതെ ഊട്ടിയിൽ വന്നിട്ട് അവിടെ പോയി നഷ്ടം ആസ്വദിച്ച് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഊട്ടിയില് നമ്മള് കണ്ട ഊട്ടിയല്ല ഊട്ടി. ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാത്ത. നിങ്ങൾ ഈ സ്ഥലങ്ങൾ നിർബന്ധമായിട്ട് പോയി കണ്ടതിന് ശേഷം കമന്റ് ഇടണം. ഞങ്ങൾ അവിടെ പോയി സൂപ്പറാണെന്ന് പറഞ്ഞ നിങ്ങൾ ഒരിക്കലും നഷ്ടം വരില്ല. എന്നുവെച്ചാൽ അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, കാണാനും കേറാനും ഒന്നിനും. പോയി കണ്ട് ആസ്വദിച്ച് പോരാ, അവിടുന്ന് പോരാൻ തോന്നൂല. ഏതായാലും നമ്മള് പോയി നോക്കാം. അടുത്ത വീഡിയോ വീണ്ടും വരാം. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാണ്ട് കൂടെ പോയി നോക്കട്ടെ. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം.